നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കുട്ടനാട് സെന്ററിന് രോഗി പരിചരണത്തിന് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്ററും മറ്റുപകരണങ്ങളും സംഭാവനയായി ലഭിച്ചു. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന സെന്ററിന്റെ രക്ഷാധികാരി കൂടിയായ ഡോക്ടർ രാമചന്ദ്രൻ നായർ ഓക്സിജൻ കോൺസെൻട്രേറ്ററും, തലവടി വടക്കേ പരിയത്ത് ഉണ്ണികൃഷ്ണൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയവയാണ് സെന്ററിന് സംഭാവന നൽകിയത്. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിൽ പ്രത്യാശയോടെ മുന്നോട്ട് എന്ന മോട്ടിവേഷൻ ക്ലാസ് നടത്തി. സെന്റർ പ്രസിഡന്റ് BJ തോംസന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ആൽഫയിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കുന്നവർ, കുടുംബാംഗങ്ങൾ, വോളണ്ടിയർമാർ, സ്റ്റാഫ് എന്നിവരടക്കം 80 പേർ ഈ ക്ലാസ്സിൽ പങ്കെടുത്തു. തൃശൂർ ജോയ് പാലസിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് സ്റ്റഡീസ് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഷാബു ഗംഗാധരനാണ് ക്ലാസ് നയിച്ചത്. ട്രഷറർ പ്രമീള അശോകൻ സ്വാഗതവും സെക്രട്ടറി VN രാധ നന്ദിയും പറഞ്ഞു. ആൽഫ ചാലക്കുടി സെന്ററിന്റെ പരിചരണത്തിലുള്ള നിർധനരായ 4 പേർക്ക് കൊരട്ടി ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റ് 5000 രൂപ വീതം സഹായധനം നൽകി. ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് കൈനിക്കൽ, ജോയിന്റ് സെക്രട്ടറി ബിനു ബിജു, മെമ്പർമാരായ ലിസി സിവേലി, ഡാർലി ചിറയത്ത്, ആൽഫ ചാലക്കുടി സെന്റർ ഹോം കെയർ കോർഡിനേറ്റർ ലിജി ഷെല്ലി, സീനിയർ നഴ്സ് ബിനി ജോജി എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.